പഠിക്കണ്ട, കല്യാണം കഴിച്ചോ. ഞാൻ പറഞ്ഞു കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, എനിക്കിനി PG എടുക്കണം. പറഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടാണ് PG എടുക്കാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കൊച്ചിനെടുക്കാനേ പറ്റത്തുള്ളൂ, PG എടുക്കാൻ പറ്റത്തില്ല. ഞാൻ 18ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച ഒരാളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ പ്രൗഡായിട്ട് പറഞ്ഞത് എൻ്റെ ജോലിയോ അല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻസോ അല്ലെങ്കിൽ എൻ്റെ മറ്റു കാര്യങ്ങളോ അല്ല പറഞ്ഞത്. ഞാൻ ഏറ്റവും പ്രൗഡായിട്ട് കാണുന്നത് ഞാനൊരു കുഞ്ഞിൻ്റെ ഉമ്മയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രൗഡായിട്ട് ഞാൻ പറയുന്ന കാര്യം. ബാക്കിയുള്ളതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എൻ്റെ ഫാമിലിയാണ് എന്നുള്ളത്. ഒരു റീല് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, കല്യാണം കഴിച്ച കുട്ടീനെ എടുക്കാൻ പറ്റുള്ളൂ, PG എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വൈറലായിരുന്നു ആ സംഭവം. കുറേ ആളുകൾ ഒരു പെൺകുട്ടി പറയുന്ന വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനൊരു മുസ്ലിമാണ്. പലപ്പോഴും പലവരും ഞാനൊരു കാര്യം പറയാൻ, ഒരു റിലേറ്റീവ് കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു കാര്യമാണ്. പുള്ളി പള്ളി പോകത്തില്ല, നിസ്കരിക്കത്തില്ല, ഓതത്തില്ല. അപ്പം പുള്ളി പറയുന്നത് പെൺകുട്ടികൾ പഠിക്കണ്ട, കല്യാണം കഴിച്ചോ. ഞാൻ പറഞ്ഞു കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, എനിക്കിനി PG എടുക്കണം. പറഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടാണ് PG എടുക്കാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കൊച്ചിനെടുക്കാനേ പറ്റത്തുള്ളൂ, PG എടുക്കാൻ പറ്റത്തില്ല. ഇസ്ലാമികപരമായിട്ട് അപ്പോൾ ഒരു ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ എന്തോ ഒരു പ്രോഗ്രാം അവരൊരു കോളേജിൽ പോയിട്ട് നടത്തിയിട്ടുള്ളതിൽ ഒരു മുസ്ലിം പെൺകുട്ടി പറയുന്നതാണ്, ഞാൻ കുടുംബത്തിൽ ആരോടോ പറഞ്ഞ ഡയലോഗായിട്ട് അവൾ പറയുന്നത്, കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് പറഞ്ഞ ഡയലോഗ് എന്താ, കുട്ടീനെ എടുക്കാൻ പറ്റുള്ളൂ, PG എടുക്കാൻ പറ്റില്ല. ഭയങ്കര കയ്യടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫീഡുകളിലൊക്കെ നമ്മളിലേക്ക് എത്തുന്നത്. ഇപ്പം നുബില പറഞ്ഞതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടില്ല ഈ സംവിധാനത്തെക്കാൾ, വിവാഹം പോലുള്ള ഒരു സംവിധാനത്തെക്കാൾ മികച്ചതായിട്ട് നമുക്ക് മറ്റൊന്നിനെയും കാണാൻ പറ്റില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ആശങ്കയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കരിയർ റിലേറ്റഡ്. ശരിയാണ്, കല്യാണമൊക്കെ കഴിക്കുക, പക്ഷേ ഓക്കെ നല്ല ഇണകളാണെങ്കിലും ഓക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ലെങ്കിലോ, അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം എന്താ അവസ്ഥ, നമ്മൾ കുറേ പ്രയാസപ്പെടൂലേ. അപ്പോൾ പഠിച്ചവനെ നമുക്ക് ഈ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് എല്ലാം എളുപ്പമാക്കിയിട്ടില്ല. അതായത് നമുക്ക് പരീക്ഷണങ്ങൾ കടന്നു വരുന്ന മേഖല ഉണ്ടാവും. അതും കൂടി നമ്മൾ ഈ വിഷയം നുബില പറഞ്ഞതിനോട് ചേർത്ത് പറയാണ്, നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. നമുക്ക് വേണ്ടത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്, നമുക്ക് നാഥനിലുള്ള തവക്കുലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ധൈര്യം നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രതിസന്ധിനെയും ഈസി ആയിട്ട് മറികടക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ നിന്ന് സംസാരിക്കുന്ന അത്രത്തോളം എളുപ്പമല്ല. വൈവാഹിക ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, ഭർത്തൃ വീട്ടിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്ന ആളുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ സമൂഹത്തിന് അതിൻ്റേതായ മാറ്റങ്ങൾ, നമ്മളെ കുടുംബത്തിൽ അതിൻ്റേതായ മാറ്റങ്ങൾ വേണ്ടതുണ്ട്, അത് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വാസവും അള്ളാഹുവിലുള്ള നമ്മുടെ തവക്കുലുമാണ് ഈ വിഷയത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. നമ്മുടെ നിരന്തരമായ പ്രാർത്ഥന നമ്മുടെ പങ്കാളിയുടെ വിഷയത്തിൽ ഉണ്ടാവണം. നമുക്ക് നല്ലൊരു കുടുംബജീവിതം ലഭിക്കാനും നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒരു മനുഷ്യന് ഏറ്റവും സ്വസ്ഥമായ ജീവിതം പ്രൊവൈഡ് ചെയ്യാൻ ഈ ഒരു സമാധാനമുള്ള ഒരു കുടുംബത്തിന് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. പിന്നെ നുബില, നമുക്ക് മറ്റൊരു വിഷയം വരുന്നത്, നമ്മൾ പെൺകുട്ടികളൊക്കെ ഫിനാൻഷ്യലി നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു മോശമായിട്ട് കാണുന്ന സംഭവമാണ്. ഇപ്പം നമ്മൾ ഫിനാൻഷ്യലി നമ്മളെ ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെ ഫാദറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ കുറേ കൂടി കുട്ടികളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ചെറിയ ചെറിയ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് നന്നായി ഏൺ ചെയ്യുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ സമയത്ത് അത്തരത്തിലൊന്നും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അങ്ങനത്തെ കാര്യത്തിലേക്കൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, നമുക്കതിന് കഴിയുന്നില്ല എങ്കിൽ നമുക്കൊരു മനസ്സിലൊരു ഇടങ്ങേറാണ്. നമ്മുടെ ഉമ്മമാർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, കൈമേൽ 4 പൈസ വേണം. അപ്പോൾ ഒരു പൈസ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പെണ്ണിന് വില ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കുറേ സാധനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം പെൺകുട്ടികളുടെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം ജോലിയാവുക. പലപ്പോഴും വിവാഹത്തിനോട് ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടൊന്നല്ല കുട്ടികൾ ഇതിനെ എതിർക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നാമത്തെ കാരണം അവരെ പഠനം സ്റ്റോപ്പ് ആവുന്നു, ചിലപ്പോൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ കുറേ ആശങ്കകളാണ് അവരതിൽ നിന്ന് തടയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫിനാൻഷ്യലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടി വരുന്നു എന്നത് എന്തോ വലിയ പ്രശ്നമായിട്ടാണ് നമ്മൾ സൊസൈറ്റി ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിനോട് നുബിലക്ക് എന്താണ് പറയാനുള്ളത്? അപ്പം നെത പറഞ്ഞു വെച്ചൊരു റീലിൽ നിന്ന് തുടങ്ങുകയാണ്. നെത പറഞ്ഞു ഇപ്പം നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്ത കാര്യമാണ്, വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ PG എടുക്കാൻ പറ്റൂല, കുട്ടീനെ എടുക്കാൻ പറ്റൂല എന്നുള്ളത്, അല്ലെങ്കിൽ കുട്ടീനെ മാത്രമേ എടുക്കാൻ പറ്റൂ എന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ 18ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എൻ്റെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ബാക്കി റിലേറ്റീവ്സ് ആയിക്കോട്ടെ, എല്ലാവരും പറഞ്ഞു എന്തിനാ അത്ര പെട്ടെന്ന് കല്യാണം കഴിക്കുന്നത്, കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പഠനം അവിടെ കെടുക്കും, കുറച്ചൊക്കെ പഠിച്ചിട്ട് പോരെ, അല്ലെങ്കിൽ ഒരു ജോലിയൊക്കെ ആയിട്ട് പോരെ എന്നുള്ളത്. പക്ഷെ ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷമാണ് എൻ്റെ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോഴായിരുന്നു വിവാഹം. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ ഞാൻ B.Ed എടുത്തത് കേരളത്തിൽ തന്നെ ഒരു ഗവൺമെൻറ് കോളേജിലാകെ 3 മെറിറ്റ് സീറ്റിൽ നിന്ന് 1 മെറിറ്റ് സീറ്റിൽ പഠിച്ചിട്ടാണ് ഞാൻ B.Ed കംപ്ലീറ്റ് ചെയ്തത്.
ഇപ്പോൾ ഞാൻ MA സൈക്കോളജി സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അതേപോലെ തിരൂരങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ അധ്യാപകയാണ്. ഇതോടൊപ്പം തന്നെ ഞാനൊരു 5 വയസ്സുകാരൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഇത് എന്നോട് പലരും ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇതിനേക്കാളൊക്കെ ഏറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ പ്രൗഡായിട്ട് പറഞ്ഞത് എൻ്റെ ജോലിയോ അല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻസോ അല്ലെങ്കിൽ എൻ്റെ മറ്റു കാര്യങ്ങളോ അല്ല പറഞ്ഞത്. ഞാൻ ഏറ്റവും പ്രൗഡായിട്ട് കാണുന്നത് ഞാനൊരു കുഞ്ഞിൻ്റെ ഉമ്മയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രൗഡായിട്ട് ഞാൻ പറയുന്ന കാര്യം. ബാക്കിയുള്ളതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എൻ്റെ ഫാമിലിയാണ് എന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ നമ്മളെ സമൂഹത്തിൽ എന്തുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ അല്ലെങ്കിൽ വിവാഹം വേണ്ട, ഒരു പെൺകുട്ടി എംപവേർഡ് ആവണം അല്ലെങ്കിൽ ഒരു സ്ത്രീ എംപവേർഡ് ആവുക എന്ന് പറഞ്ഞത് അവൾക്കൊരു ജോലി ഉണ്ടാവുമ്പോഴാണ് അവൾ എംപവേർഡ് ആവുക. അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റിൻ്റെയും അല്ലെങ്കിൽ ഡിഗ്നിറ്റിൻ്റെയും ഒക്കെ ഒരു കാര്യമായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്, ജോലി ഉണ്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് അവൾ എംപവേർഡ് ആണ് എന്നാണ് നമ്മൾ സമൂഹം മുന്നിലോട്ട് വെക്കുന്ന ചിന്താഗതി എന്ന് പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ഉമ്മയാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും റിസ്ക് ആയിട്ടുള്ളൊരു ജോലിയല്ലേ. ഇപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ ഉമ്മമാരുണ്ടാവും. ഇപ്പം നമ്മളെ ഗർഭം ചുമന്ന് നമ്മളെ ഭൂമിയിലേക്ക് ജനിപ്പിച്ച് നമുക്ക് നമ്മളിത്രയും കോലത്തിലാക്കി ഇവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഉമ്മമാർക്ക് സാധാരണ ഒരു ജോലി എടുക്കണേക്കാൾ വളരെയേറെ ബുദ്ധിമുട്ടില്ല. ഇപ്പം ഞാൻ പറയും, ഞാനൊരു സ്കൂളിൽ 10ാം ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. എനിക്ക് ആ ക്ലാസ്സിനെ മാനേജ് ചെയ്യണേക്കാളും എത്രയോ വലിയ ടാസ്ക്കാണ് ഇത് എൻ്റെ മോനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ജോബാണ് എന്ത് പറഞ്ഞത്, ഈ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ഒരു ഉമ്മയാവുക അല്ലെങ്കിൽ കുടുംബിനിയാവുക എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾ ഒരിക്കലും ഒരു മോശം വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ജോലി ചെയ്യാം. അല്ലെങ്കിൽ ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട, ജോലി ചെയ്യേണ്ട. പക്ഷേ ഈ താല്പര്യമില്ലാത്ത ആളുകളുടെ മേൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, ജോലി ചെയ്യണം എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ട, അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ജോലി ചെയ്യാത്ത ഒരാളോട് പറയും നിങ്ങൾ എംപവേർഡ് അല്ല, നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് നമ്മൾ പറയും. അത് യഥാർത്ഥത്തിൽ എന്താണ്, നമ്മളെ മേലുള്ള ഒരു അടിച്ചമർത്തലാണ് അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ വരുന്ന ഒരു അമ്പാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം എല്ലാവർക്കും ഒരേപോലെ പഠിക്കാനും അല്ലെങ്കിൽ ജോലി ചെയ്യാനൊന്നും താല്പര്യമില്ലാത്തവരുണ്ടാവും. അപ്പോൾ അവിടെയാണ് ഇസ്ലാമിൻ്റെ ഒരു വിധി എന്ന് പറഞ്ഞത്. ഇസ്ലാം നമ്മോട് എന്താ പറഞ്ഞത്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇഷ്ടമല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ ചെയ്യേണ്ട. അവിടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് വിവാഹം എന്ന് പറയുന്നത്. ഇപ്പോൾ വിവാഹം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ശക്തമായ കരാറാണ്. ആ കരാറിലൂടെ എന്ത് ചെയ്യണം, എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുകയാണ്, എൻ്റെ എല്ലാ ചിലവുകളും. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആയിട്ട് പോലും എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, എൻ്റെ ചിലവുകൾ ഞാൻ നടത്തേണ്ട ആവശ്യമില്ല. അപ്പം എൻ്റെ ഭർത്താവ് പറയണം പറ്റൂല, എൻ്റെ ചിലവ് നീ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാനൊരു ഓപ്ഷൻ ആർക്കില്ല, എൻ്റെ ഹസ്ബൻഡിനില്ല. ആൾ എന്ത് ചെയ്യണം, എൻ്റെ എല്ലാ ചിലവും ചെയ്യണം എന്നുള്ളത് ആളുടെ മേലുള്ള ബാധ്യതയാണ്. ഇസ്ലാം അയാൾക്ക് എന്ത് ചെയ്തിട്ട് അങ്ങനെ ഒരു ബാധ്യത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇസ്ലാം എന്താ പുരുഷന്മാർക്ക് മാത്രം ബാധ്യത കൊടുത്ത മതമാണോ എന്ന്. പക്ഷെ നമ്മളവിടെ മനസ്സിലാക്കണം, പുരുഷന്മാർക്ക് ഫിനാൻഷ്യലി ഉള്ള ബാധ്യത കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കുഞ്ഞിനെ പ്രസവിക്കാനും അല്ലെങ്കിൽ ആ കുഞ്ഞിനെ വളർത്താനുള്ള ബാധ്യത എന്ത് ചെയ്തിട്ടുണ്ട്, സ്ത്രീകൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേർക്ക് എന്താണ്, പഠിച്ചോൻ പല ഉത്തരവാദിത്തങ്ങളാണ് കൊടുത്തിട്ടുള്ളത്, നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. പക്ഷേ ഈ ഉത്തരവാദിത്തങ്ങളോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സ്റ്റഡീസും അല്ലെങ്കിൽ നമ്മളെ ജോലിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നവരാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. അതിനുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാം നമുക്ക് മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇസ്ലാം മൊത്തത്തിൽ അടിച്ചമർത്താണ്, ജോലിക്കെതിരാണ്, പഠനത്തിനെതിരാണ്, എവിടെയും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഇപ്പം നമ്മളെല്ലാ ചിലവുകളും ആര് വഹിക്കേണ്ടതാണ്, നമ്മളെ ഇണ വഹിക്കേണ്ടതാണ്. അത് അവരുടെ മേൽ ബാധ്യതയാണ്. നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്, നമ്മൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുക അല്ലെങ്കിൽ കുടുംബം നോക്കുക, അതോടൊപ്പം നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്, വിവാഹത്തിലൂടെ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തിരിക്കണം. നമുക്ക് പഠിക്കാം, ജോലി ചെയ്യാം, എല്ലാവും മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസമായിരിക്കണം. അതേപോലെ നമ്മൾ ഉത്തരവാദിത്തങ്ങളെ മറന്നുകൊണ്ടുള്ള ജോലികളോ അല്ലെങ്കിൽ അതോ ആയി പോവരുത്. കാരണം നാളെ പടച്ചോൻ്റെ അടുക്കൽ നമ്മൾ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഉത്തരം പറയേണ്ടി വരുന്നു കൂടി മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു കാര്യം ആഡ് ചെയ്ത് സൂചിപ്പിക്കാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മളെ മേൽ സൊസൈറ്റി ഒരു തരം പ്രഷർ അടിച്ചേൽപ്പിക്കുകയാണ്. കാരണം നമ്മൾ ഓരോരുത്തരും നിരന്തരം പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ നിങ്ങളൊന്നുമല്ല, നിങ്ങളെ ലൈഫ് വേസ്റ്റ് ആണ് എന്ന് പറയുന്നു. നമ്മൾ നമ്മുടെ ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മോശമാണെന്ന് വരുത്തി തീർക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ കടന്നു പോകുന്ന വഴികളിലൂടെ അല്ല ഒരു പുരുഷൻ കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുക, പ്രസവിക്കുക, ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യത്തിലും പുരുഷന്മാർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. തനിക്കൊരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് ഏതൊരാളിൻ്റെയും സ്വപ്നമാണ്. അപ്പോൾ ഒരു പുരുഷൻ ഒറ്റയ്ക്ക് വിചാരിച്ച് എന്ത് ചെയ്യൂല, അതൊരിക്കലും സാധ്യമല്ല. ഇനി എങ്ങനെ തല കുത്തി മറിഞ്ഞു നിന്നാൽ എന്ത് ചെയ്യൂല, അത് കഴിയില്ല.
അപ്പോൾ ആ വിഷയത്തിൽ ഒരു പുരുഷൻ പൂർണ്ണമായ ഒരു സ്ത്രീയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ചുമതല നമ്മൾ നിർവഹിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൗഡായിട്ട് ഫിനാൻഷ്യലി അവരെ ഡിപ്പെൻഡ് ചെയ്യാനും പറ്റും. അവർ ഈ കാര്യത്തിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അവരെ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്തുകൂടാ? നമ്മളൊരു മനുഷ്യജീവി എന്ന നിലക്ക് നമ്മൾ ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് അല്ല. നമുക്കിങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് തോന്നിയ പോലെ ജീവിക്കാൻ സാധ്യമല്ല. നമുക്ക് പരസ്പരം ആശ്രയിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. ബട്ട് സ്ത്രീകളെ കേസിൽ വരുമ്പം സ്ത്രീകൾ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. കാരണം അത് ഒരു തരത്തിലുള്ള ഇരട്ടത്താപ്പാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഭയങ്കരമായിട്ട് വാദിക്കുന്നത് ഫെമിനിസ്റ്റ് ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളുകൾ ഇതിനെ പറ്റി ഘോരം പ്രസംഗിക്കും. അപ്പോൾ നിങ്ങൾ ഇതിനെ സൂക്ഷ്മമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഏതാണ് സ്ത്രീ വിരുദ്ധത. കാരണം ഒരു സ്ത്രീ ഈ ഉത്തരവാദിത്തങ്ങൾ എന്തായാലും ശാരീരികമായിട്ട് അവൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ഉത്തരവാദിത്തം അവൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറമെ ഈ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഭയങ്കര സംഭവമാവുക, അല്ലെങ്കിൽ നീ ഉഷാറാവുള്ളൂ, നീ എംപവേർഡ് ആവുള്ളൂ എന്ന് അവരെ മേലെ അടിച്ചേൽപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സ്ത്രീ വിരുദ്ധത. അതേസമയം അവൾ ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ട്, ഓക്കെയാണ്. അതേസമയം അവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ബാധ്യത പുരുഷനാണ്. അത് നമ്മൾ മോശമായിട്ട് കാണേണ്ട സംഭവമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയ സിസ്റ്റമാണത്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും ഒരു മോശമായിട്ട് നമുക്ക് ആ ഒരു കോംപ്ലക്സിൻ്റെ ആവശ്യം അതിൽ വേണ്ടതില്ല. ഈ വിഷയത്തിൽ പുരുഷന്മാർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം അവർ പലപ്പോഴും ഫിനാൻഷ്യൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാത്ത സാഹചര്യങ്ങൾ പല കുടുംബങ്ങളിലും ഒരുപക്ഷെ ഉണ്ടായേക്കാം. അത് നമ്മൾ റിയാലിറ്റിയാണ്, അത് നമ്മൾ മനസ്സിലാക്കുന്നു. ബട്ട് അതിലൊരു മാറ്റമാണ് വരേണ്ടത്. സ്ത്രീയുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടണം. അവൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അള്ളാഹു അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് പുരുഷനോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ആ കൽപ്പനയെ അംഗീകരിക്കാൻ നമ്മുടെ സമൂഹം തയ്യാറാവുക എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളിലേക്ക് എത്തുന്ന. അപ്പോൾ ഇതിൽ നെല്ലും പതിരും തിരിച്ചറിഞ്ഞ് നമുക്കിതിനെ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകാനും ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതിന് ഉതകുന്നതാകട്ടെ നമ്മുടെ ഈ ഒരു കൂടിയിരുത്തവും നമ്മുടെ കാഴ്ചപ്പാടുകളിലും നമ്മുടെ ചിന്താഗതികളിലും ശരിയുടെ നേരെ നയിക്കുന്നതാവട്ടെ എന്നുകൂടി ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.